ഹായ് ഗൈസ്, ഉച്ചയ്ക്ക് ഒരാൾ തുണി അലക്കുകയാണ്. അപ്പോൾ തുണി അലക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം സുസുവിൻ്റെ കൂടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? തുണി അലക്കോ? വെറുതെ ഒന്ന് അലക്കാന്ന് വിചാരിച്ചു. വാഷിംഗ് മെഷീൻ ഇല്ലേ? വാഷിംഗ് മെഷീൻ ഉണ്ട്, സർഫില്ല. ഓ, അല്ലെങ്കിൽ ഇവിടത്തെ വാഷിംഗ് മെഷീൻ നീ ആണല്ലോ. അങ്ങനെയാണല്ലോ. എന്താ ഇത്രയും ദിവസം ഇവിടെ അലക്കാൻ സമയം കിട്ടിയില്ലേ? ജോലിയായിരുന്നോ? അലക്കാരിക്ക് ലീവായിരുന്നു. ഓ, എവിടെ പോയിരുന്നു? കുറച്ചു ദിവസം വെള്ള അലർജി ആയതുകൊണ്ട് ലീവായിരുന്നു. ഇപ്പൊ എന്തിനു വേണം? അല്ല, അലക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അലക്കനെ കുറിച്ച് ക്ലാസ്. അലക്കുമ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ആദ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അലക്കുമ്പോ കഴുകാ തുണി ഉണ്ടാകുന്ന ആദ്യം നോക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അത് വളരെ അത് സ്റ്റാർ ഇട്ട് വയ്ക്കണം, പേപ്പറിൽ എഴുതി സ്റ്റാർ ഇട്ട് വയ്ക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. ടാങ്കില് വെള്ളം ഇല്ലെങ്കിൽ അലക്കാക്കൂലല്ലേ? ഇല്ല പറ്റില്ല. തുപ്പി അലക്കാക്കൂലല്ലോ. പറ്റില്ല. അപ്പൊ കാര്യങ്ങളെല്ലാം പഠിച്ചല്ലേ? വെള്ളം നോക്കണം, അലക്കാള തുണി ഉണ്ടാക്കണം. പിന്നെ ഇത് കഴുകാള കല്ല് വേണം, സോപ്പ് വേണം. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം വേണം, അലക്കാനുള്ള ആളുണ്ടാവും. അത് തന്നെ. ഞാനേ ഇത് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാലേ, ഇത് ഈ അലക്കൊക്കെ വർഷത്തിൽ 1-2 തവണ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് കേട്ടാ. അതുകൊണ്ട് ചിലപ്പോ ഇനി മറന്നു പോയാ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടാ. അല്ല, നമ്മളാര്? നിങ്ങള് സൂസു, നമ്മള് ശ്യാമ്. അതുകൊണ്ട് നമ്മളാരും തിരിഞ്ഞു ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊച്ചിൻ്റെത്, അത് എന്റേത്, ചേട്ടൻ്റെത്. എന്റേത് ഞാൻ കഴിവല്ലേ, അത് കിടപ്പുണ്ട്, തിരിഞ്ഞിറക്കി ഇട്ടൊക്കെയാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റ് വാഷ് ചെയ്യാനുള്ള അവസരമുണ്ട്. മറന്നുപോയത് നോട്ട് ഇൻട്രസ്റ്റഡ്. പല ഇതായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. താല്പര്യമില്ല. സ്വന്തമായിട്ട് ഈ വർഷത്തിൽ ഒരിക്കൽ 1-2 അലക്കുമ്പോഴേ അതങ്ങ് പോവും, ഓടിപ്പോവും കേട്ടാ. പിന്നെ താല്പര്യമില്ലെങ്കിൽ ഇയാൾക്ക് പൊക്കൂടെ? പോവാ. എന്നാലും വർഷത്തില് 1-2 തവണ സംഭവിക്കുന്ന ഈ പ്രതിഭാസം ഒന്ന് നമ്മളെല്ലാരും കാണട്ടെ. പിന്നെ തുണി ഉരിഞ്ഞിടുമ്പോ എന്തൊരു സംസാരം? ഉരിഞ്ഞിടുമ്പോഴേ തുണി അഴിച്ചിടുമ്പോ, മാനിയായിട്ട് പറ. തുണി അഴിച്ചിടുമ്പോൾ പാന്റ്, അതുപോലെ തന്നെ ഈ അടിയിലിടുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചുരുട്ടി അങ്ങ് ഇറക്കി വെക്കും. ഇനി അതിനാ നൂത്തെടുക്ക ഇനി ഒരാൾ അപ്പോയിന്റ്മെന്റ് പരിഗണിക്കുന്നുണ്ട്. മക്കൾക്കാണ് ഏറ്റവും അത് പരിഗണിക്കാം. കാരണം ഇനി അത് ഇടാതിരുന്ന മതിയല്ല അല്ലേ? ഇടാതിരുന്നാലും നല്ലതാണ്. അത് നല്ലതാണ്. അത് ഉപയോഗിക്കാതിരുന്ന അത് നല്ലതല്ലേ? ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. എനിക്ക് അത് ഇങ്ങനെ ചുറ്റകത്ത് വയ്യ തന്നെ. ഓക്കെ, ആ ഒരു ഇത് നമുക്ക് പരിഗണിക്കാം കേട്ടാ. അതങ്ങ് അക്കുവിന്റെ. അപ്പം ഈ തുണി അലക്കുന്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കട്ടാ. മതിയല്ലേ? ചേച്ചി ജോലി ചെയ്യ് കേട്ടാ. ശരി.